bells. അല്ല, ഇത്ര ചെറിയ പക്ഷിയോ? അതെ, ഞാൻ കുഞ്ഞു കിളിയാണ്. പിന്നെ നിന്റെ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം വയ്യാണ്ടായില്ലേ? ഇവരെയൊക്കെ വയ്യാണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. അല്ല, നീ എന്തിനാണിത് ചെയ്തത്? നിനക്ക് ഞങ്ങളോട് എന്ത് ശത്രുതയാണുള്ളത്? ബ്ലൂ ലാൻഡ് കാട്ടിൽ നല്ല സുഖമായ കാലാവസ്ഥയായിരുന്നു. കാട്ടിലെ എല്ലാവരും സന്തോഷത്തിലിരിക്കുകയായിരുന്നു. നീലക്കിളി സ്വന്തം ഭർത്താവിന്റെ കൂടെ കൂട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഒരാന കഴുകനും വന്നു. ഇതെന്താ, ആന എവിടുന്ന് വന്നു ഇവിടേക്ക്? നമ്മുടെ കാട്ടിൽ ആനയൊന്നും ഇല്ലല്ലോ. രാമു ആനെ, ഇതാ നീലക്കിളിയാണ്. ഓ, അപ്പൊ ഇതാണല്ലേ നീലക്കിളി? ഇത് പറഞ്ഞ് ആന ആ മരത്തെ ഇടിക്കാൻ തുടങ്ങി. ആനെ, നീ എന്താ ചെയ്യുന്നേ? എന്റെ കിളിക്കൂട് എന്തിനാ തകർക്കുന്നേ? ഞാൻ നിന്നെ എന്താ ചെയ്തത്? ആന ആ മരത്തെ വീഴ്ത്തി. എന്നിട്ട് ആ നീലക്കിളിയുടെ കൂട്ടിനെ കാലുകൊണ്ട് ചവിട്ടി ഇല്ലാണ്ടാക്കി. അയ്യോ, നീ ഇതെന്താടാ ചെയ്തത് ആനെ? എന്റെ വീട് തകർത്തിട്ട് നിനക്ക് എന്താടാ കിട്ടിയത്? ഞാൻ നിന്നോട് വ്യക്തമായൊരു കാര്യം പറയാം. നീ ഈ കാട്ടിൽ നിന്നും ദൂരേക്ക് പോയിക്കോ. നീ കാരണം ഞങ്ങളുടെ ഈ കാട്ടിന് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അപ്പോഴേക്കും അവിടെ കുരുവി, തത്ത, കാക്ക എല്ലാരും വന്നു. അല്ല ആനെ, നീലപ്പക്ഷി കാരണം ഈ കാടിന് എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടായത്? നീലക്കിളിയെ പിടിക്കാൻ വേണ്ടി ദൂരത്തു നിന്ന് പോലും വേട്ടക്കാർ ഇവിടെ വരുന്നുണ്ട്. കാരണം നഗരവാസികൾക്ക് ഇവൻ ആവശ്യമാണ്. നിന്നെ പിടിക്കാൻ വേണ്ടി വേട്ടക്കാർ ഇവിടെ വരുമ്പോഴെല്ലാം അവർ ഈ കാട്ടിലാണ് വന്നു നിൽക്കുന്നത്. എന്നിട്ട് കണ്ട മൃഗങ്ങളെല്ലാം വേട്ടയാടുന്നു. ഇതെല്ലാം നടക്കുന്നത് നീ കാരണമാണ്. അതുകൊണ്ടാണ് നിന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ രാജാവ് ഉത്തരവിട്ടത്. നീ ഇവിടെ ഇല്ലെങ്കിൽ നിന്നെ വേട്ടയാടാൻ വേണ്ടി വേട്ടക്കാരും ഇവിടെ വരില്ല. അങ്ങനെ വരാത്തിടത്തോളം ഈ കാട്ടിൽ അവർ നിൽക്കുകയുമില്ല. അങ്ങനെയെങ്കിലും നമ്മുടെ കാട്ടിലെ മൃഗങ്ങൾ രക്ഷപ്പെടും. ഇത് കേട്ട് എല്ലാ പക്ഷികൾക്കും ഒരുപാട് സങ്കടമായി. നീലക്കിളി കരയാൻ തുടങ്ങി. ഞാൻ ദിവസവും ഈ കാട്ടിൽ ചുറ്റി നടക്കാറുണ്ട്. ഇനിയെങ്ങാനും നിന്നെ എവിടെയെങ്കിലും കണ്ട ഞാൻ ആ കാര്യം കാട്ടിലെ രാജാവിനോട് പറയും. പിന്നീട് അദ്ദേഹം നിനക്ക് വധശിക്ഷയായിരിക്കും വിധിക്കുക. ഇത് കേട്ട് നീലക്കിളി പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അവിടുന്ന് പോയി. ഈ സംഭവത്തിന്റെ 15 ദിവസം കഴിഞ്ഞ് ഗ്രീൻലാൻഡ് കാട്ടിൽ എല്ലാ മൃഗങ്ങളും പക്ഷികളും സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. രാമു ആന അവിടെ ഇരിക്കുകയായിരുന്നു. ഇന്നെനിക്ക് വയറ് നിറച്ചും ഭക്ഷണം കിട്ടി. നല്ല രസമായിരുന്നു. അപ്പോഴേക്കും ഒരു കുഞ്ഞു കിളി അവന്റെ മുതുകത്ത് വന്ന് ഇരുന്നു. ഇതൊന്നും ആന അറിയുന്നുണ്ടായിരുന്നില്ല. ആ കിളി അവന്റെ മുതുകത്ത് കുത്തി. അപ്പോഴേക്ക് രാമു ആനയ്ക്ക് നല്ല നൊന്തു. അയ്യോ ദൈവമേ, അയ്യോ, എന്റെ മുതുകത്താരോ സൂചി കുത്തുന്നത് പോലെ ഉണ്ടല്ലോ. കാര്യം ചെയ്ത് അവിടുന്ന് ആ കിളി പറന്നു പോയി. കുറച്ചേരം കഴിഞ്ഞപ്പോ കരടി ആ വഴി പോവുകയായിരുന്നു. രാമു ആന തളർന്നു കുത്തി നിക്കണ കണ്ടപ്പോഴേക്കും അവൻ ഓടി ആനയുടെ അടുത്ത് ചെന്നു. അല്ല രാമു ആനെ, നിനക്കിത് എന്ത് പറ്റി? നിനക്കെന്തെങ്കിലും അസുഖം പിടിച്ചോ? നിന്റെ പുറത്തെന്താ ഒരു നീല നിറം കാണുന്നത്? അല്ല, നീ എങ്ങാനും വിഷമുള്ള എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല സുഹൃത്തേ. ഞാനിപ്പം തന്നെ ഷേർഖാനെ വിളിച്ചിട്ട് വരാം. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമായിരിക്കും. ഇത് പറഞ്ഞ് കരടി അവിടുന്ന് പോയി. കുറച്ചു പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്ക് അതേ കിളി വന്ന് കരടിയുടെ തോളത്ത് വന്ന് ഒരു കുത്തുകുത്തി. കരടിക്ക് തല കറങ്ങാൻ തുടങ്ങി. എനിക്കിതെന്തു പറ്റി? കരടിയുടെ തോളും നീലിച്ചു വന്നു. കരടിക്കും വയ്യാണ്ടാകാൻ തുടങ്ങി. കുറച്ചേരം കഴിഞ്ഞപ്പോ ജിറാഫ് തടാകത്തിൽ നിന്നും വെള്ളം കുടിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോകുകയായിരുന്നു. അപ്പോഴേക്ക് അവന്റെ മുതുകത്തും നീലക്കിളി വന്ന് അങ്ങനെ അങ്ങ് ഇരുന്നു. എന്നിട്ട് അവന്റെ കഴുത്തിൽ ഒരു കുത്തങ്ങ് കുത്തി. അങ്ങനെ പയ്യെ പയ്യെ മാൻ, പുള്ളിപ്പുലി, കഴുകനൊക്കെ വയ്യാണ്ടായി. ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ പേടിച്ചുപോയി. കാട്ടിലെ ഷേർഖാന് ഈ കാര്യം അറിയാൻ പറ്റിയപ്പോഴേക്കും വയ്യാണ്ടായ എല്ലാ മൃഗങ്ങളെയും കൂട്ടത്തോടെ തന്നെ
ഷേർഖാന്റെ മുമ്പിലെത്തിച്ചു. എല്ലാ മൃഗങ്ങളെ ഇങ്ങനെ അസുഖത്തോടെ കണ്ടപ്പോഴേക്കും അവനും സങ്കടമായി. ഞാൻ ഈ കാട്ടിലെ രാജാവായിരുന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ ഈ അസുഖത്തിന് ഇനി മരുന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ എൻ്റെ കാട്ടിലെ മൃഗങ്ങളൊന്നും ഇനി ബാക്കിയാവില്ല. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ അസുഖം പിടിച്ച മൃഗങ്ങളെല്ലാം പരിപാലിക്കണം. അതോടൊപ്പം വനത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരെയും നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു മഹാമാരിയോ ആരുടെയെങ്കിലും ഗൂഢാലോചനയാണോ എന്നാണ്. എല്ലാരും ഷേർഖാനോട് സംസാരിച്ചു കഴിഞ്ഞിരുന്നു. ഷേർഖാൻ ഈ അസുഖം എങ്ങനെ വന്നു എന്ന് അറിയാൻ പുറപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. 5 മൃഗങ്ങളുടെ അസുഖത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എല്ലാ മൃഗങ്ങളും ഷേർഖാനെ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ആ കുഞ്ഞിക്കിളി ഇതെല്ലാം കണ്ടൊരു മരത്തിൽ ഇരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ദൂരെയുള്ള വനങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്നാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള വനങ്ങളിലുള്ള ആർക്കും ഈ അസുഖത്തെക്കുറിച്ച് അറിയില്ല. അപ്പോഴേക്കും ആ കുഞ്ഞിക്കിളി ഒരു കല്ലിന്റെ പുറത്ത് വന്നെല്ലാവരുടെ മുമ്പിൽ നിന്നു. അല്ല, ഇത്ര ചെറിയ പക്ഷിയോ? അതെ, ഞാൻ കുഞ്ഞിക്കിളിയാണ്. പിന്നെ നിന്റെ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം വയ്യാണ്ടായില്ലേ? ഇവരെയൊക്കെ വയ്യാണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. അല്ല, നീ എന്തിനാണിത് ചെയ്തത്? നിനക്ക് ഞങ്ങളോട് എന്ത് ശത്രുതയാണുള്ളത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. കുറച്ചു ദിവസം മുൻപ് നിങ്ങളുടെ രാമു ആനയും ഈ കഴുകനും ബ്ലൂ ലാൻഡിലെ നീലക്കിളിയുടെ കൂട് തകർത്തിരുന്നു. എന്നിട്ട് ആ കാട്ടിൽ നിന്നും പുറത്താക്കാൻ പ്രേരിപ്പിച്ചു. ഞാനത് രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. രാജ പറഞ്ഞിട്ട് ചെയ്താണേലും അത് തെറ്റ് തന്നെയാണ്. ആ നീലക്കിളിയുടെ കുഞ്ഞാണ് ഞാൻ. ആ സമയത്ത് ഞാനൊരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുകയായിരുന്നു. എല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു, എന്റെ അമ്മേനെ അപമാനിച്ചതിന് ഞാൻ പകരം വീട്ടുമെന്ന്. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്റെ അമ്മ ഒരു മലയുടെ മുകളിൽ താമസിക്കുന്നു. അവിടെ എന്റെ അമ്മയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പക്ഷെ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. ജനിച്ചപ്പോ തൊട്ട് എന്റെ ചുണ്ടിന് ശക്തിയുണ്ട്. എന്റെ ചുണ്ടിൽ നിന്നും ശക്തിയുള്ള വിഷമാണ് വരുന്നത്. ഞാനതങ്ങ് പ്രയോഗിച്ചു. എല്ലാവർക്കും ആ വിഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും വല്ലാത്ത രീതിയിൽ അതിനെ നോക്കാൻ തുടങ്ങി. എന്നിട്ട് ഷേർഖാൻ പറഞ്ഞു, നിന്റെ അമ്മയെ ഈ കാട്ടിൽ നിന്നും പുറത്താക്കാൻ എന്റെ സഹോദരനാണ് ഉത്തരവിട്ടത്. ഈ കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് അവനെ ഈ കാട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഞാനിവിടെ രാജാവായി. നിന്റെ അമ്മയോട് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയെല്ലാം അവന് നേരത്തെ ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ട് കുഞ്ഞിക്കിളിക്ക് ഭയങ്കര സങ്കടമായി. എന്നോട് ക്ഷമിക്കണം. എനിക്ക് പകരം വീട്ടാനായിട്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത്. ഇനി പറയ, നീ ഇവരിൽ കുത്തിവെച്ച വിഷമെല്ലാം എങ്ങനെ ഇനി ഭേദപ്പെടുത്താനാവുമെന്ന്. ഇതിന്റെ മരുന്ന് എന്റെ അമ്മയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. എന്റെ അമ്മയുടെ ചുണ്ട് വന്ന് ഈ മുറിവിൽ തൊട്ടാൽ ഈ വിഷം മാഞ്ഞു പോകുന്നതാ. ഇവരെല്ലാരും ശരിയാകും. ഞാൻ ഇപ്പൊ തന്നെ അമ്മയെ വിളിച്ചിട്ട് വരാം. കുഞ്ഞിക്കിളി 2 മണിക്കൂറിനുള്ളിൽ അവളുടെ അച്ഛനും അമ്മേനെയും കൊണ്ട് അവിടെ എത്തി. നീലപക്ഷി, നിന്നോട് മുമ്പേ ഭരിച്ചിരുന്ന രാജാവ് ചെയ്ത തെറ്റിനെല്ലാം അവനു വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ദയവ് ചെയ്ത് ഈ കാട്ടിലുള്ള മൃഗങ്ങളെയെല്ലാം രക്ഷിക്കണം. ഇത് കേട്ട് നീലക്കിളി ചെന്ന് ഓരോ മൃഗങ്ങളുടെയും ദേഹത്ത് പോയി ചുണ്ടുവച്ച് സ്പർശിച്ചു. എല്ലാ മൃഗങ്ങളുടെയും ദേഹത്തുണ്ടായിരുന്ന നീലിച്ച സംഭവം മാഞ്ഞു. എല്ലാരും പഴയതുപോലെ ആയത് കണ്ട് എല്ലാവർക്കും സന്തോഷമായി. ഷേർഖാനാണ് സമാധാനമായത്. നീലപക്ഷി, ഞങ്ങൾ നിന്റെ വീട് നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ഞങ്ങൾ തന്നെ അത് നിർമ്മിച്ചു തരും. മാത്രമല്ല, നിനക്ക് നിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ഇവിടെ ജീവിക്കാം. എന്തേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ കുഞ്ഞിക്കിളി? ഇത് കേട്ട് കുഞ്ഞിക്കിളി സന്തോഷത്തോടെ പറഞ്ഞു, അതെ ഷേർഖാൻ, നിങ്ങളെ പോലത്തെ ഒരു രാജാവിന്റെ പ്രജയായി താമസിക്കാൻ സന്തോഷം. ആ ദിവസത്തിന് ശേഷം നീലക്കിളിയുടെ കുടുംബവും ആ കാട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അവരുടെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളൊക്കെ പോയി. പ്രിയ പിള്ളേരെ, നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോ ധൈര്യത്തോടെ തന്നെ വേണം നേരിടാൻ. അല്ലാണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് ദോഷം വരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല.